ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോൾ ചില നേട്ടങ്ങൾ നമ്മെ തേടിയെത്തും ക്ലാരെ. ആരോരുമില്ലാതായ ഒരമ്മയുടെ ദുഃഖം നീ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. ശ്യാമേട്ടന് നല്ല വിഷമമുണ്ടല്ലേ നമ്മുടെ കുഞ്ഞു പോയതില്? നീ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. പെട്ടെന്ന് ഈ മനമാറ്റത്തിനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നശിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിനക്കത് നേരത്തെ ആവാമായിരുന്നല്ലോ. എന്റെ സ്നേഹമോള് അവളെ എനിക്ക് നഷ്ടാവോ മദർ? ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോൾ ചില നേട്ടങ്ങൾ നമ്മെ തേടിയെത്തും ക്ലാരെ. എന്റെ ജീവിതത്തിൽ ഇന്നോളം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇല്ല മദർ, സ്നേഹമോളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാരയുടെ ജീവിതത്തിൽ ഇനി ഒരു നേട്ടവും വേണ്ട, ഒന്നും. നിർമ്മല ടീച്ചറിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ മനസ്താപമുണ്ട് കുട്ടി. കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ ഒരു തോന്നൽ. നിന്റെ കുഞ്ഞു മരിച്ചപ്പോ നിന്റെ മാതൃഹൃദയം എന്തുമാത്രം വേദനിച്ചുവോ അതുപോലെ തന്നെയല്ലേ ആ നിർമ്മല ടീച്ചറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആരോരുമില്ലാതായ ഒരമ്മയുടെ ദുഃഖം നീ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. പാവം നിർമ്മല ടീച്ചർ. നമുക്കെല്ലാം തുറന്നു പറയായിരുന്നു. നമ്മളെല്ലാം തുറന്നു പറഞ്ഞില്ലേ എന്ന് ക്ലാരയ്ക്ക് തോന്നുന്നുണ്ടോ? രേണുകയുടെ കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോ ആ സമയത്ത് ദൈവം അയച്ചതുപോലെയല്ലേ സ്നേഹമോൾ അവിടെ എത്തിയത്. എന്നിട്ടും നമ്മൾ ആ സത്യം അവരിൽ നിന്നും മറച്ചു പിടിച്ചു. ഞാനും അതിന് കൂട്ടുനിന്നു. പിന്നെ എല്ലാം തുറന്നു പറഞ്ഞ് എന്റെ സ്നേഹമോളെ അവരോടൊപ്പം അയക്കണോ? കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഓമനിച്ച് വളർത്തി എന്റെ സ്നേഹമോളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിട്ട് ആ ടീച്ചറിനോടൊപ്പം അയക്കണോ? അതിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവളെ പിരിയാൻ പറ്റുമോ? അമ്മയില്ലാത്ത ദുഃഖം ഇന്ന് ഈ നിമിഷം വരെ അവൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ നെഞ്ചിൽ ചേർത്ത് വെച്ച ഞാൻ അവളെ വളർത്തിയത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്കാവില്ല മാഗിയമ്മ. സ്നേഹമോളുടെ അമ്മ ഞാനാ, അമ്മമ്മയായിട്ട് മദറും. അതിനപ്പുറമുള്ള ഒരു ലോകത്തേക്കും എന്റെ സ്നേഹമോളെ പറഞ്ഞയക്കരുത് മാഗിയമ്മ. ക്ലാരെ, എത്ര നാൾ നമ്മളിത് മൂടിവെക്കും? സത്യം എന്നായാലും പുറത്തു വന്നേ മതിയാകൂ. ഇന്ന് നമ്മൾ സ്നേഹമോളുടെ അമ്മൂമ്മയെ കണ്ടു. ടീച്ചർ പറഞ്ഞ അറിവ് വെച്ച് സ്നേഹമോളുടെ അച്ഛനും ഇവിടൊക്കെ തന്നെയുണ്ട്. അപ്പോ ബന്ധുജനങ്ങൾക്കരികെ, അതും ഈ അനാഥാലയത്തിൽ സ്നേഹമോൾ വളരുകയെന്ന് വെച്ച? ഇല്ല മദർ, സ്നേഹമോളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എന്റെ മോളായി തന്നെ അവൾ വളരും. തിരിച്ചറിവിന്റെ കാലത്ത് സ്നേഹമോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ക്ലാര ചെയ്തതൊക്കെ തെറ്റാണെന്ന് സ്നേഹമോൾ വിളിച്ചു പറഞ്ഞാൽ? ഇല്ല മദർ, അങ്ങനൊന്നും ഉണ്ടാവില്ല. എത്രയോ കുട്ടികളെ ഈ അനാഥാലയത്തിൽ നിന്ന് ആൾക്കാർ ദത്തെടുക്കുന്നു. അവരൊക്കെ വളർന്നപ്പോ അച്ഛനമ്മമാരെ തേടി പോയിട്ടുണ്ടോ? ഇല്ല. സ്നേഹമോളെ ഞാൻ വളർത്തും. എന്റെ മോളായി തന്നെ വളരാനാ അവളുടെ വിധി. അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ എന്തിനാ വെറുതെ? നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നിട്ടും ക്ലാര എല്ലാം ഉപേക്ഷിച്ച് ഈ അനാഥാലയത്തിൽ എന്നോടൊപ്പം വന്ന് ജീവിക്കുന്നു.
ചോരമണം മാറാത്തൊരു കുഞ്ഞിനെയാ ദൈവം നിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. അതിനെ സ്വന്തം കുഞ്ഞായി വളർത്തി ഇവിടെ വരെ നീ കൊണ്ടെത്തിച്ചില്ലേ? ഇനി മോള് തീരുമാനിക്ക്, സ്നേഹയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ക്ഷമയും സഹനവുമാണ് മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് കുട്ടി. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. മോളിങ്ങി വന്നേ. ടീച്ചറമ്മ പേടിച്ചെന്ന് സമ്മതിച്ചോ? എന്നാ ഇനി ഒരു സൂത്രം തരാം. ടീച്ചറമ്മക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നല്ല പരിപ്പുടയാ, എടുത്തു തിന്നു. അമ്മമ്മയ്ക്ക് വേണ്ട മോളെ, മോള് കഴിച്ചോ. എന്റെ വയറ് നോക്കേ, പൊട്ടാറായില്ലേ? 2 പരിപ്പട തിന്നിട്ടാ. ഈ പരിപ്പട എനിക്ക് അന്നക്കുട്ടി തന്നതാ. ആരായി അന്നക്കുട്ടി? അമ്മമ്മക്ക് അറിയില്ല അന്നക്കുട്ടിയെ. ഇൽപ്പസങ്ങളുടെ വൈഫാ. അയ്യോ, കുട്ടികള് മുതിർന്നവരെ പേര് ചൊല്ലി വിളിക്കാമോ? വിളിക്കാലോ. സ്നേഹമോളല്ലേ വിളിക്കുന്നേ. അന്നക്കുട്ടി പാവ. ആ പിൽപ്പസംഗ ഭയങ്കരന. മുതിർന്നവരെ അങ്ങനെയൊന്നും വിളിക്കരുത്. ഇനി വിളിക്കില്ല കേട്ടോ. അമ്മ പറയുന്നു. അമ്മമ്മ അമ്മമ്മയ്ക്ക് കടലമ്മയുടെ കഥ അറിയാവോ? കടലമ്മ ആളുകളെ വിഴുങ്ങോ? ഇല്ല മോളെ, മനുഷ്യർ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാണ്ടാവും കടലമ്മയ്ക്ക്. അപ്പോഴാ വന്ന ആളുകളെ വിഴുങ്ങുന്നത്. അയ്യോ, എനിക്ക് ആശുപത്രിയിൽ പോണം. ഇന്ന് ചക്കമ്മ ആശുപത്രിയിൽ നിന്ന് സൂക്കേടൊക്കെ മാറിപ്പോണ ദിവസാ. ഡോക്ടറെ ഇന്ന് മോക്ക് പരിശോധന കോയിൽ തരാന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. അമ്മമ്മ ഇവിടെ തന്നെ ഇരിക്കണേ, എങ്ങും പോലെ. ഇല്ല, വന്നിട്ട് ഞാനൊരു കടക്കഥ ചോദിക്കുന്നുണ്ട്. ഉത്തരം പറഞ്ഞില്ലെങ്കിലാ. ബൈ ബൈ. ശ്യാമേട്ടാ, എന്താ ഗംഗേ? ശ്യാമേട്ടന് നല്ല വിഷമമുണ്ടല്ലേ നമ്മുടെ കുഞ്ഞു പോയതില്? പോട്ടെ ശ്യാമേട്ടാ, നമുക്കതിനെ വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് കരുതിയാ മതി. എനിക്കൊരു വിഷമമില്ല ശ്യാമേട്ട.
ശ്യാമേട്ടൻ വിഷമിക്കാതിരുന്നാൽ മാത്രം മതി. എനിക്ക് ശ്യാമേട്ടനുണ്ടല്ലോ. നീ ഒരുപാട് ആഗ്രഹിച്ചാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞേ. പക്ഷെ ദൈവം നമുക്ക് ആ ഭാഗ്യം. സാരമില്ല ശ്യാമേട്ട. മതി, അധികം സംസാരിക്കണ്ട. നിനക്ക് വയ്യാത്തല്ലേ? ഇപ്പൊ അതേക്കുറിച്ചൊന്നും ഓർക്കണ്ട. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ശ്യാമേട്ട. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാതെ എങ്ങനെയാ ഗംഗേ? ശ്യാമേട്ടൻ ഡോക്ടറോട് പറഞ്ഞാൽ മതി. പറയാം. ആ ശ്യാമേട്ട, എന്താ ഗംഗേ? നമ്മുടെ അച്ഛനെ വീടിന്റെ ഏത് ഭാഗത്തായിട്ടായിരുന്നു ശ്യാമേട്ട? തെക്ക് ഭാഗത്ത് ആ അരളിച്ചെടിയുടെ അടുത്തായിട്ടായിരിക്കുമല്ലേ? കുരിയാലയ്ക്ക് മുമ്പിൽ. അച്ഛൻ ഏറെ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു അവിടെ. ശ്യാമേട്ടൻ കണ്ടിട്ടില്ലേ? എപ്പോഴും വല്ലതും വായിച്ചുകൊണ്ട് അച്ഛൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഞാനും ഗാഥയും പിന്നിലൂടെ പതുങ്ങിച്ചെന്ന് പെട്ടെന്ന് ഒച്ചയുണ്ടാക്കി അച്ഛനെ പേടിപ്പിക്കും. ഗാഥയായിരിക്കും എപ്പോഴും മുമ്പിൽ. പക്ഷേ അവൾ ഓടിക്കളയും. കിഴുക്ക് കിട്ടുന്നത് മുഴുവൻ എനിക്കായിരിക്കും. നമ്മുടെ അച്ഛൻ ഇപ്പോഴെങ്ങും മരിക്കണ്ടായിരുന്നു അല്ലേ ശ്യാമേട്ട? ഭാരം മുഴുവനും ഇപ്പൊ ശ്യാമേട്ടന്റെ തലയിലായല്ലേ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഓർക്കുന്നേനെ? ഗംഗ ഇപ്പൊ ഒന്നും ഓർക്കണ്ട. ഒന്നും ഇനി ഓർമ്മയിൽ മാത്രമല്ലേ നമ്മുടെ അച്ഛനുണ്ടാവും ശ്യാമേട്ട. അതും കൂടി ഇല്ലാതായാൽ കുരിയാലയിൽ ഇപ്പൊ അച്ഛനും കൂടി അന്ത്യത്തിരി വെക്കുന്നുണ്ടാവുമല്ലേ? ഗാഥ തന്നെയാണോ ശ്യാമേട്ട? അമ്മയ്ക്കും അവൾ തന്നെയായിരുന്നല്ലോ തിരിവെച്ചിരുന്നത്. അവളുടെ പെറ്റമ്മ അല്ലാഞ്ഞിട്ട് കൂടി മറ്റാരും അത് ചെയ്യാൻ അവൾ സമ്മതിച്ചിട്ടേ ഇല്ല. കഞ്ചനാമ്മ അതിനവളെ എത്രമാത്രം വഴക്കം പറഞ്ഞിരിക്കുന്നു. ഗംഗേ, നീ വെറുതെ ആവശ്യമില്ല സംസാരിക്കുന്നു. എനിക്കിത് കേട്ടിട്ട് പേടിയാവുന്നു. എന്തിനാ ശ്യാമേട്ടൻ പേടിക്കുന്നത്? അന്ന് അച്ഛൻ ഇതേപോലെ ശ്യാമേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് മരിച്ചു പോയതുപോലെ ഞാനും പോവെന്ന് ഓർത്തിട്ടാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ ഇപ്പോഴെങ്ങും മരിക്കില്ല ശ്യാമേട്ട. ശ്യാമേട്ടനൊരു കുഞ്ഞിനെ തന്നിട്ട് ഞാൻ മരിക്കും.